Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈയിടെയായി ഒരുപാട് പേർ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്. റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് നല്ല സ്നേഹമായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരുപാട് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ പഴയതുപോലെ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നൊക്കെ. എന്തായിരിക്കാം ഇതിന് പുറകിലുള്ള റീസൺ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ പഴയതുപോലെ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ കണ്ടിന്യൂസ് ആയി അവോയ്ഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കാനുള്ള ഒരു മനോഭാവം കാണിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് എന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ടായിരിക്കാം. ഇൻ കേസ് ഈ മിസ്റ്റേക്കുകളാണ് അതിന് പുറകിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യാൻ സാധിക്കും. സോ എന്തൊക്കെയാണ് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതിന്റെ റീസൺസ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട റീസൺ ആണ് ഒട്ടും അവൈലബിൾ ആകുന്നില്ല എന്നുള്ള ഒരു കാര്യം, അതായത് നോട്ട് അവൈലബിൾ ഓൾ ദ ടൈം. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓൾ ദ ടൈം ആണ്, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും, അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്നൊക്കെ നമുക്ക് പറയാം. ഒന്നോ രണ്ടോ മൂന്നോ തവണയല്ല പറയുന്നത്. എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ എപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഒന്ന് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുമിച്ച് ഏതെങ്കിലും ഒരു പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിനുള്ള ഒരു ലാസ്റ്റ് മൊമെന്റിൽ എത്തുന്ന സമയത്ത് അത് നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ, എപ്പോഴും എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, അതാണ് ആ ഒരു റിലേഷൻഷിപ്പിനോട് ഒരു മടുപ്പ് വരാനുള്ള, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, വളരെ കമ്മിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ജെന്യൂൻ ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സമയം ലഭിക്കുന്നു എന്നുള്ള ഒരു തോന്നല്, അവർക്ക് അറ്റൻഷൻ ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ അവിടെ പ്രോപ്പറായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിലേക്ക് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു സംസാരം നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ്, ആ ഒരു അനുഭവം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. എപ്പോഴും എന്ത് കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഒന്ന് കാണണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന സമയത്തൊന്ന് വിളിക്കണം, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ എപ്പോഴും എക്സ്ക്യൂസ് കണ്ടെത്തിക്കൊണ്ട് അത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇതാണ് ആ റിലേഷൻഷിപ്പിനോടുള്ള ഇൻട്രസ്റ്റ് കുറയുന്നതിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒന്നാമത്തെ ഒരു പോസിബിൾ റീസൺ എന്ന് പറയുന്നത് ഒട്ടും അവൈലബിൾ ആകുന്നില്ല, ഈ രീതിയിലാണ് പെരുമാറുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം. ആ റിലേഷൻഷിപ്പ് പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനുള്ള ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്യൂ എന്താണ് എന്നുള്ളത് കൃത്യമായി വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്ത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഗൈഡൻസ് ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എനിവേസ്, രണ്ടാമത്തെ പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. നോ എഫേർട്ട് ഫോർ ദ റിലേഷൻഷിപ്പ് ഗ്രോത്ത്. റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യുന്നതിനുള്ള യാതൊരുവിധ എഫേർട്ടും എടുക്കുന്നില്ല. എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു വൺ സൈഡഡ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവരുടെ ആവശ്യം മാത്രമാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്ന രീതിയിലുള്ള ഒരു തോന്നല് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതാണ് നിങ്ങളോട് ഇൻട്രസ്റ്റ് കാണിക്കാത്തതിൻ്റെ, അല്ലെങ്കിൽ പഴയതുപോലെ സ്നേഹം പ്രകടിപ്പിക്കാത്തതിൻ്റെ മറ്റൊരു റീസൺ. എപ്പോഴും അവരായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരണം. അത് മെസ്സേജ് ആണെങ്കിലും ഫോൺ കോൾ ആണെങ്കിലും, നിങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നതാണെങ്കിലും, എപ്പോഴും ആ റിലേഷൻഷിപ്പ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യമായിക്കൊള്ളട്ടെ, അതൊക്കെ ഒരു വൺ സൈഡഡ് ആയിട്ടാണ്. അവർ വേണമെങ്കിൽ എൻ്റെ പുറകെ വരട്ടെ എന്നുള്ളൊരു ഫീലിംഗ് ഏതെങ്കിലും രീതിയിൽ അവരിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതാണ് നിങ്ങളോട് ഇൻട്രസ്റ്റ് കുറയുന്നതിൻ്റെ മറ്റൊരു റീസൺ. കാരണം ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് രണ്ട് വ്യക്തികളും ഒരുപോലെ എഫേർട്ട് ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കൂടി ആവശ്യമാണ്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം ആവശ്യമല്ല ആ റിലേഷൻഷിപ്പ്, രണ്ട് വ്യക്തികൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു തോന്നൽ അവിടെ ഉണ്ടാക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. എന്നാൽ നേരെ മറിച്ച് ഒരു വൺ സൈഡഡ് ഫീലാണ്, അല്ലെങ്കിൽ എൻ്റെ മാത്രം ആവശ്യമാണ് എന്ന തോന്നൽ ആർക്കാണോ ഉണ്ടായിട്ടുള്ളത്, ആ വ്യക്തിക്ക് ആ ഒരു സമയം മുതൽ ആ ഒരു റിലേഷൻഷിപ്പിനോട് അല്ലെങ്കിൽ നിങ്ങളോട്
ഇൻട്രസ്റ്റ് കുറയുന്നതിന്റെ ഒരു റീസൺ ആയിട്ട് ഇത് മാറും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ്, റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് അവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹം വളരെ നല്ല രീതിയിലായിരിക്കും പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ഫൈൻ സ്റ്റേജിൽ എത്തുന്ന ഒരു സമയമുണ്ട്. ആ പോയിന്റ് മുതൽ റിലേഷൻഷിപ്പിലാണല്ലോ, എൻ്റെ ആണല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ റിലേഷൻഷിപ്പിലായല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നല് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ചില ആളുകൾ വളരെ ബാഡായിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അതൊരു പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓവർ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓവർ ജലസി, പൊസസീവ്നെസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബാഡ് വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് അവരെ വളരെയധികം ഇറിറ്റേറ്റഡ് ആക്കുന്നു, അല്ലെങ്കിൽ അവർക്കൊരു ബാഡ് ഫീൽ കൊടുത്തുകൊണ്ടായിരിക്കാം. ഇത്തരത്തിൽ പല രീതിയിൽ ബാഡായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരിക്കും. ഇങ്ങനെ ബാഡായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിലാണ്, ഒരു ബാഡായിട്ടുള്ള രീതിയിലാണ്, അവർ ഡിസേർവ് ചെയ്യാത്ത ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ തികച്ചും ഡിസ്റെസ്പെക്റ്റീവ് ആയിട്ടാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളോട് ഇൻട്രസ്റ്റ് കുറയുന്നതിൻ്റെ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കുന്നതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള മറ്റൊരു റീസൺ. നെക്സ്റ്റ് വൺ, ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴും എന്ത് കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ആണ് നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനോടുള്ള ഒരു താല്പര്യം പതിയെ പതിയെ കുറയും എന്നുള്ളതാണ്. കാരണം ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ സ്നേഹം ചില സമയങ്ങളിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നു, ചില സമയങ്ങളിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല, ചില സമയങ്ങളിൽ വിശ്വസിക്കാം എന്ന് തോന്നിപ്പിക്കും, ചില സമയങ്ങളിൽ വിശ്വസിക്കരുത് എന്ന രീതിയിലായിരിക്കാം, അതല്ലെങ്കിൽ വളരെയധികം ക്രൂവലാണ് എന്നോ അല്ലെങ്കിൽ വളരെയധികം ഇന്നസെന്റ് ആണ് എന്നോ ഇത്തരത്തിലൊരു കൺസിസ്റ്റൻസി ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു ഫീലിംഗ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ആ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് കുറയുന്നതിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു പോസിബിൾ റീസൺ എന്ന് പറയുന്നത്. സോ സുരക്ഷിതത്വം ഇല്ല, ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് അത്ര സെക്യൂർ അല്ല എന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മെസ്സേജാണ് നിങ്ങളുടെ വാക്കുകളിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ അവർക്ക് കണ്ടിന്യൂസ് ആയി കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും ആ റിലേഷൻഷിപ്പിനോട് ഇൻട്രസ്റ്റ് കുറയുന്നതിൻ്റെ മറ്റൊരു പോസിബിൾ റീസൺ ആണ്. നെക്സ്റ്റ് ആൻഡ് ഫൈനൽ വൺ, എപ്പോഴും നിങ്ങളുടെ പുറകെ ചേസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ, നിങ്ങളെ ചേസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളോട് ബെഗ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. എപ്പോഴും എന്ത് കാര്യവും നിങ്ങളാണ് വളരെയധികം ഡൊമിനന്റ് ആയിട്ട് തീരുമാനിക്കുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വേണമെങ്കിൽ എൻ്റെ പുറകെ വരട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡിൽ, അല്ലെങ്കിൽ നിങ്ങളോട് ഓവറായിട്ട് ബെഗ് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പുറകെ വരുത്തുന്ന ഒരു രീതിയിലാണ് നിങ്ങൾ കൂടുതലായിട്ടും അവരോട് ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നിങ്ങളോടുള്ള ഒരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിൽക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് റീതിങ്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഓവറായിട്ട് ബെഗ് ചെയ്യിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങളെ നിരന്തരം ചേസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലോ ആണ് നിങ്ങൾ അവരോട് കണ്ടിന്യൂസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു റീസൺ ആയിട്ടാണ് ഇത് വരുന്നത്. ഈ പറഞ്ഞ 5 കാര്യങ്ങളും ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് കുറയുന്നതിൻ്റെ, അല്ലെങ്കിൽ പഴയ ആ ഒരു സ്നേഹം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം അതിന് പുറകിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രശ്നം അറിയാതെയോ ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ആ റിലേഷൻഷിപ്പ് പ്രോബ്ലം ഈ ഒരു കാര്യം ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാനും സാധിക്കും. എനിവേസ്, ഒരു പ്രണയബന്ധം അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം ഒക്കെ തകർന്നു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട 5 റീസൺസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്ത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്